വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനം ടിവി ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്. കൂടൽമാണിക്യം ജാതി വിവേചന വിവാദത്തിന് പിന്നിൽ നടന്നത് വൻ ഗൂഢാലോചന. ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ജീവനക്കാരൻ ബാലുവിന്റെ തുറന്നു പറച്ചിൽ. ജാതി വിവേചനം നടന്നിട്ടില്ല, തന്നോട് നേരിട്ട് ആരും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല. അഡ്വക്കേറ്റ് അജിത് കുമാറാണ് ജാതി വിവേചനം തന്നോട് പറയുന്നത്. ജാതി കാരണം സഹകരിക്കില്ലെന്ന് കത്തിലുണ്ടെന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് അംഗമെന്നും ബാലുവിന്റെ തുറന്നു പറച്ചിൽ. ആദ്യം ബാലുവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചേട്ടാ നമസ്കാരം, എന്റെ പേര് വിനീഷ് എന്നാണ്, ജനം ടിവിയുടെ ബ്യൂറോ ചീഫാണ്. ഞാൻ വിളിച്ചത് ചേട്ടനെ ഇങ്ങനെ ഒരു കഴകത്തിനെ സംബന്ധിച്ചൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പൊ നിലവിൽ. അതെ 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 ബാലുചേട്ടനാണല്ലോ സംസാരിക്കുന്നത്. അതെ അതെ ഞാൻ വിളിച്ചത് സംഭവം ഇതാണ്. ചേട്ടന് ഇത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നോ ക്ഷേത്രത്തിന്റെ മറ്റാൾക്കാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേക ജാതി അധിക്ഷേപങ്ങളായിട്ടൊന്നും എനിക്ക് അമ്പലത്തിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ വിവാദം ഉണ്ടായപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഹരികുമാർ സാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും തന്ത്രിമാർ ഇങ്ങനെ കത്ത് നൽകിയിട്ടുണ്ട്, ഇന്ന ആളായ ഞാൻ സഹകരിക്കില്ല എന്നും പറഞ്ഞ് കത്ത് നൽകിയിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. ആ കത്ത് നേരിട്ട് കാണാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? ഇല്ല, കത്ത് നേരിട്ട് കണ്ടിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, വാര്യർ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാര്, അവര് കീഴ്വഴക്കമായി ചെയ്തു വന്ന ഒരു കഴകം ജോലിയാണ്. ആ ജോലി സ്ഥലത്ത് ചെയ്തു വന്ന ആളിനെ മാറ്റിയിട്ടാണോ ചേട്ടനെ അവിടെ നിയമിച്ചത്? അതെ 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 അങ്ങനെയാണ്. അല്ലാതെ മറ്റു തരത്തിൽ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ജാതി അധിക്ഷേപം ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്നോ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തുനിന്നോ മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പൊ ബോർഡ് എന്താണ് ചേട്ടനെ അറിയിച്ചിരിക്കുന്നത്? തരത്തിൽ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ബോർഡ് തൽക്കാലം ഒന്നും അറിയിച്ചിട്ടില്ല. ഒന്നും അറിയിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. വിനീഷ്, കഴിഞ്ഞ 3-4 ദിവസമായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നടന്നു. അതിന്റെ പേരിൽ കഴകം ജോലിക്ക് ബാലു എന്ന ഈഴവ യുവാവിനെ മാറ്റി നിർത്തി എന്നുള്ള തരത്തിൽ വലിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. സമുദായ നേതാക്കൾ അടക്കം ഇക്കാര്യത്തിൽ വലിയ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം വന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന ആ വാർത്ത എന്ന് പറയുന്നത് ആ ജാതി വിവേചന വിവാദത്തിന് പിന്നിൽ നടന്നത് വൻ ഗൂഢാലോചന എന്നാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ജാതി വിവേചനം എന്ന കെട്ടുകഥ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭരണസമിതിക്കാരിൽ നിന്നോ മറ്റാരിൽ നിന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ബാലുവിനോട് ചോദിക്കുമ്പോൾ ബാലു വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. തനിക്ക് അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള ജാതി അധിക്ഷേപം തനിക്ക് അവിടെ അനുഭവപ്പെട്ടില്ല, തനിക്ക് അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വീണ്ടും രണ്ടാമതും പല കാര്യങ്ങൾ ബാലുവിനോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ജാതി അധിക്ഷേപം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, ബാലുവിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ബാലു പറയുന്നത് എനിക്ക് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമോ ഒരു തരത്തിലുള്ള ജാതി അധിക്ഷേപമോ എനിക്ക് നേരിട്ട് ഉണ്ടായിട്ടില്ല, അത്തരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല എന്നാണ് ബാലു വ്യക്തമാക്കുന്നത്. അതിനുശേഷം ബാലു പറയുന്ന മറ്റൊരു കാര്യമാണ് ഏറെ ശ്രദ്ധേയം. തന്നോട് അത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപമുണ്ട്, തന്ത്രിമാർ അത്തരത്തിലുള്ള ഒരു കത്ത് ദേവസ്വം ബോർഡിന് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കൂടൽമാണിക്യം ദേവസ്വം ബോർഡിന്റെ അംഗമായ അജയ് കുമാറാണ്, അഡ്വക്കേറ്റ് അജയ് കുമാറാണ് എന്ന് ബാലു തന്നെ വിശദീകരിക്കുന്നു. ആ കത്ത് ബാലു നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും താൻ കത്ത് കണ്ടിട്ടില്ല എന്ന് ബാലു തന്നെ പറയുന്നു. പക്ഷേ ബാലുവിന് അത്തരം പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ബാലു തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ബാലുവിനെ ആ കഴകം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അവിടെ വർഷങ്ങളായി അല്ലെങ്കിൽ പാരമ്പര്യമായി അവിടെ കഴകം ജോലി ചെയ്തു വരുന്നത് വാര്യർ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. ആ കഴകം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളിനെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ സമുദായത്തിൽ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ബാലുവിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ബാലു കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ചോദിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ചോദിക്കുന്നു, ആ സമുദായത്തിൽപ്പെടുന്ന ആളിനെ മാറ്റിയിട്ടാണല്ലോ ബാലുവിനെ അവിടെ നിയമിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തും ബാലു പറയുന്നത് അത് ശരിയാണ്. പക്ഷേ മറ്റു അംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമുദായത്തിൽപ്പെടുന്ന ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ കീഴ്വഴക്കമായി പാരമ്പര്യമായി കഴകം ജോലി ചെയ്ത് വരുന്നവരിൽ നിന്നോ തനിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ബാലു തന്നെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ആ പറച്ചിൽ ഒരു കൃത്യമായ തുറന്നു പറച്ചിൽ തന്നെയാണ്. പക്ഷേ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന
തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പല മാധ്യമങ്ങളിലും ജാതി അധിക്ഷേപം ഉണ്ടായി എന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് അനാവരണം ചെയ്യപ്പെടേണ്ടത്. വർഷങ്ങളായി CPM ഭരിക്കുന്നതാണ് കൂടൽമാണിക്യം ദേവസ്വം എന്ന് പറയുന്നത്. ഈ ഒരു ജാതി വിവേചനം ഉണ്ട്, അത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ബാലുവിനോട് പറയുന്നത് അവിടുത്തെ തന്ത്രിമാരോ അല്ലെങ്കിൽ അവിടെ കഴകം ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ആ വാര്യർ വിഭാഗത്തിൽപ്പെട്ട ആരോ അത്തരത്തിൽ ഒരു പരാമർശവും ബാലുവിനോട് നടത്തിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇക്കാര്യം പറയുന്നത് ഈ ഭരണസമിതിയിലെ അഡ്വക്കേറ്റ് അജിത് കുമാർ എന്നയാളാണ്. അവിടെ നിന്നാണ് ഈ ഗൂഢാലോചനയുടെ ഒരു ചിത്രം തുടങ്ങുന്നത്. വിനീഷ്, തീർച്ചയായിട്ടും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തന്ത്രിമാർ അത്തരത്തിലുള്ള ഒരു നോട്ടീസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാതിയോ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡിന് സംവിധാനങ്ങളുണ്ട്. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിന് കൃത്യമായ ഭരണ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്കനുസരിച്ച് അത് മുന്നോട്ട് പോകാം. പക്ഷേ ഇതിനെ സമൂഹത്തിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇത് നേരിട്ട് ബാധിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല, അത്തരത്തിൽ തനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ബാലു തന്നെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ വർദ്ധിപ്പിക്കാനുള്ള കാരണം ബാലുവിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ദേവസ്വം ഭാരവാഹിയുടെ ഭാഗത്തുനിന്ന് കൂടൽമാണിക്യത്തിൻ്റെ ദേവസ്വത്തിൻ്റെ അംഗമായിരിക്കുന്ന അഡ്വക്കേറ്റ് ജയകുമാറിൻ്റെ ഭാഗത്തുനിന്നാണ് അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ബാലുവിനോടും ആ ജയകുമാറാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ ബാലുവും ഈ കത്ത് നേരിട്ട് കാണാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കത്ത് ഉണ്ടോ ഇല്ലയോ എന്നതല്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ പ്രത്യേകിച്ച് കീഴ്വഴക്കം പോലെ പാരമ്പര്യം പോലെ ഈ കഴകം ജോലി ചെയ്തു വന്നിരുന്ന ആ ഒരു വിഭാഗം ജനം, പക്ഷേ അത്തരത്തിൽ ആ സമുദായം പോലും ബാലുവിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ബാലുവിനെതിരെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പോലും ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഒരു നിരന്തരമായി ജോലി ചെയ്തു വരുന്ന ഒരാളിനെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്ത് മറ്റൊരാളിനെ ജോലിക്ക് പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായ ഒരു ചെറിയ പ്രതിഷേധമെങ്കിലും നിരന്തരം ജോലി വന്നിരുന്ന ആളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം പോലും ആ സ്ഥലത്തുണ്ടായിട്ടില്ല, ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, മറ്റു ക്ഷേത്ര ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ജാതി അധിക്ഷേപം ഉണ്ട്, നടന്നു, ബാലുവിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ളതൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടൽമാണിക്യം ദേവസ്വത്തിലെ ഭരണസമിതി അംഗമായ അഡ്വക്കേറ്റ് അജയ്കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ തന്നെയാണ് നിഗൂഢതകൾ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. നീലിമ, വിനീഷ് തുടരുക. ഇപ്പോൾ നമുക്ക് ആ വാക്കുകൾ, ബാലുവിന്റെ വാക്കുകൾ ഒന്നുകൂടി കാണേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് വിനീഷ് എന്നാണ്, ജനൻ ടിവിയുടെ ബ്യൂറോ ചീഫാണ്. ഞാൻ വിളിക്കുന്നത് ചേട്ടനെ ഇങ്ങനെ ഒരു കഴകത്തിനെ സംബന്ധിച്ചൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പൊ നിലവിൽ. അതെ 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 ബാലുചേട്ടനാണല്ലോ സംസാരിക്കുന്നത്. അതെ അതെ ഞാൻ വിളിച്ചത് സംഭവം ഇതാണ്. ചേട്ടന് ഇത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നോ ക്ഷേത്രത്തിന്റെ മറ്റാൾക്കാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ പ്രത്യേക ജാതി അധിക്ഷേപങ്ങളായിട്ടൊന്നും എനിക്ക് അമ്പലത്തിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ വിവാദം ഉണ്ടായപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ അജയ്കുമാർ സാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും തന്ത്രിമാരിങ്ങനെ കത്ത് നൽകിയിട്ടുണ്ട്, ഇന്ന ആളായ ഞാൻ സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കത്ത് നൽകിയിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. ആ കത്ത് നേരിട്ട് കാണാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചേട്ടൻ? ഇല്ല, കത്ത് നേരിട്ട് കണ്ടിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, വാര്യർ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാര്, അവര് കീഴ്വഴക്കമായി ചെയ്തു വന്നൊരു കഴകം ജോലിയാണ്. ആ ജോലി സ്ഥലത്ത് ചെയ്തു വന്ന ആളിനെ മാറ്റിയിട്ടാണോ ചേട്ടനെ അവിടെ നിയമിച്ചത്? അതെ 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 അങ്ങനെയാണ്. അല്ലാതെ മറ്റു തരത്തിൽ, ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ജാതി അധിക്ഷേപം ക്ഷേത്രത്തിന്റെ ഭാഗത്തുനിന്നോ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തുനിന്നോ മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പൊ ബോർഡ് എന്താണ് ചേട്ടനെ അറിയിച്ചിരിക്കുന്നത്? തരത്തിൽ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ബോർഡ് തൽക്കാലം ഒന്നും അറിയിച്ചിട്ടില്ല. ഒന്നും അറിയിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ യോഗക്ഷേമ സഭ അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ ഭട്ടതിരി ചേരുകയാണ്. നമസ്കാരം, ജനം ടി വിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടൽമാണിക്യം ജാതി വിവേചന വിവാദത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന എന്നതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടുന്ന വാർത്ത. ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ജീവനക്കാരൻ ബാലുവിന്റെ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ജാതി വിവേചനവും അവിടെ
താൻ നേരിട്ടിട്ടില്ല എന്നാണ് ഈ കഴകം ജോലിക്ക് നിയോഗിക്കപ്പെട്ട ബാലു പറയുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? 100% പറഞ്ഞത് വസ്തുതയാണ്. കാരണം ഇതിനെ കേവലം രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു സമ്പ്രദായം, ഇതിനകത്ത് ഒരു തരത്തിലുള്ള ജാതി വിവേചനം ഉള്ളതായിട്ട് നമുക്ക് ധാരണയില്ല. അത് തന്നെയല്ല, ഇതിനകത്ത് നൂറ്റാണ്ടുകളെ കുറെ കാലങ്ങളായി നിലനിർത്തുന്ന ഒരു സമ്പ്രദായം. അപ്പൊ ആ സമ്പ്രദായത്തെ ഉറച്ചു നിന്നുകൊണ്ട് പോയി എന്നല്ല കുറെ കാര്യങ്ങൾ അവിടുത്തെ പിന്നെ ഇതെല്ലാം അതുപോലെ കഴകക്കാരും ഒക്കെ പഴയ കാലത്തെ പോലെ ഓരോ ഒരു കാലായ്മ സമ്പ്രദായത്തെ തുറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിനെ എനിക്കൊന്ന് ഹിന്ദു ഐക്യത്തെ തകർക്കാൻ വേണ്ടി ബുദ്ധിപരമായി രാഷ്ട്രീയക്കാർ കളിക്കുന്ന ഒരു കളിയായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. ഒരിക്കലും നമ്മൾ സഭയോ നമ്മുടെ ആൾക്കാരോട് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ ജാതിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ചട്ടമ്പി സ്വാമികൾ പറഞ്ഞതും ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതും എല്ലാം ഒന്നാണ്, ഭിന്നമല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇത് വെറും ക്ഷേത്രത്തെയോ ഈ ഹിന്ദു സമൂഹത്തെയോ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ എന്ന് വേണം ചിന്തിക്കാൻ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. നമ്മളാരും ഒരിക്കലും ഹിന്ദുക്കളെ മൊത്തമായി ക്രിസ്ത്യാനികളും മുസ്ലിമൊക്കെ സഹോദരന്മാരാണ്. പക്ഷെ ഹിന്ദുക്കളെല്ലാം ഒരു ഏകോദര സഹോദരന്മാരോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇതിനെ ഗൂഢശ്രമത്തിൽ കൂടി ഹിന്ദു ഐക്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ കുൽസിത ശ്രമമായിട്ട് വേണം ഇതിനെ കാണാനാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തന്ത്രിമാർ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ തന്ത്രിമാർ കാരാഴ്മക്കാരായിട്ടുള്ള ഈ ജീവനക്കാർ അവരും മനസ്സിലല്ലേ, ഈ തന്ത്രിമാരും കാരാഴ്മക്കാരും ഉള്ള വിശ്വാസികളും എല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത് കാര്യങ്ങൾ ജനത്തിനെ ഇതിനെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ടല്ലോ, ആടിനെ പട്ടിയാക്കാൻ പറഞ്ഞത്. ഇതിനെ തെറ്റായ രീതിയിൽ മനുഷ്യന്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു തെറ്റായ പ്രവണതയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് കേരളത്തിലാകമാനം അത് കണ്ടുവരുന്ന പ്രവണതയാണ്. പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. പണ്ട് പിന്നെ ഈ പറഞ്ഞില്ലേ, എവിടെ ഒരു കുടൽമാണിക്കം പോലെ തന്നെ ശ്രമിച്ചില്ലേ, ഇത് അവിടെ അദ്ദേഹത്തിന് അവിടുത്തെ തന്ത്രം പോലും അറിയാം. അവിടെ പറഞ്ഞില്ല എന്താണ് അവിടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടുത്തെ മേശാന്തി തന്ത്രിയുടെ മാറ്റം എന്നുള്ള രീതിയിലാണ് ഒരു ഇത് വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വക വിഷയങ്ങളെ ഹിന്ദു സമൂഹം അതിനെ ആ രീതിയിലേ എടുക്കാവൂ, പ്രത്യേക സമൂഹം അങ്ങനെ എടുക്കാവുന്നതാണ് നമ്മൾ ഒരിക്കലും ജാതിയല്ല വർഗീയതൊന്നും അല്ല അവിടെ പറയുന്നത്. ഇതിനെ മറ്റ് ഈ പറഞ്ഞ ഒരു സമൂഹങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അധികാരികളുടെ ഒരു കുബുദ്ധി തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതെ, അത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ശ്രീ അക്കീരമൺ, ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ കൂടി ഒരു അഭിപ്രായം വേണം എന്നാണ് തോന്നുന്നത്. കാരണം ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണല്ലോ ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുന്നത്. പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങൾ നിലനിൽക്കുകയാണ്. അവിടുത്തെ കഴകം ജോലിക്ക് അങ്ങനെ അല്ലെങ്കിൽ മറ്റു ചില ജോലികൾക്കൊക്കെ അവിടെ ചില കുടുംബങ്ങൾക്കൊക്കെ അവകാശമുണ്ടാകും. അതാത് ഓരോ ക്ഷേത്രത്തിനെയും പ്രത്യേകതയനുസരിച്ചാണ്. പക്ഷേ ഈ പ്രത്യേകതകളൊന്നും കണക്കിലെടുത്തുകൊണ്ടല്ല ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിലും സംഭവിച്ചത് അത് തന്നെയാകാം. ഈ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനങ്ങൾ നടത്തുമ്പോൾ ഓരോ ക്ഷേത്രത്തിനെയും സവിശേഷ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണ്ടേ നിയമനം നടത്താൻ? അത്തരത്തിലുള്ള ഒരു പുനർചിന്ത കൂടി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നില്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ നമുക്ക് ആധ്യാത്മിക വിഷയങ്ങള് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു കടന്നുകയറ്റമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് രാഷ്ട്രീയപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന ശ്രമമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെ അവർക്ക് രാഷ്ട്രീയമുണ്ട്. ആ റിക്രൂട്ട്മെന്റ് ബോർഡ് അവർ ശരിക്കും പറഞ്ഞാൽ സുതാര്യമാണെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെയാണെങ്കിൽ അവരൊരു പിന്നെ റിട്ടയർഡ് ജഡ്ജോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ വെക്കട്ടെ ആ പോസ്റ്റ്. ഈ പറഞ്ഞ ഇതിനകത്ത് രാഷ്ട്രീയക്കാർ തന്നെയാണ് റിക്രൂട്ട്മെന്റ് ബോർഡ്. അതിനകത്ത് അവർ ബുദ്ധിപൂർവ്വം തന്നെ കളിക്കുകയാണ്. ഓരോ ക്ഷേത്രങ്ങളിലും തൃപ്പൂർ ക്ഷേത്രത്തിന്റെ വിവാദമാകട്ടെ എല്ലായിടത്തും ഈ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു നമ്മുടെ നാടന്മാരുടെ ഒരു പൗൾ പ്ലേ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ അറിവുപോയതൊന്നും അല്ല ഇവിടെ വിഷയം. പണ്ട് നമ്മുടെ പ്രസിഡന്റായിട്ടിരുന്ന ഒരാള് വേറെ ഒരാളുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഫോൺ വരികയാണ്, ഈ ഇതുണ്ടല്ലോ വാദ്യത്തിന്റെ മേഖലയിലേക്ക് ഒരാളെ നിയമിക്കുന്നതിന് വാദ്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത മനുഷ്യൻ, അദ്ദേഹം ചർച്ച വിളിക്കാൻ പോലും അറിയാത്ത ഒരാളിനെ കുറിച്ച് അന്നത്തെ പ്രസിഡന്റ് പറയുകയാണ്, അത് കുഴപ്പമില്ല അങ്ങ് നിയമിച്ചോ പിന്നെ അങ്ങ് പഠിച്ചോളൂ. അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം
ഇതിനെ ഈ മേഖലകളെ ആത്മീയ മേഖലകളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു കളിയാണ്. അവർക്ക് ഇതൊന്നും വിഷയമില്ലല്ലോ. അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മേഖലയിലെ ഇതൊന്നും നിലനിൽക്കണം, ഇതിന്റെ സുതാര്യത നിലനിൽക്കണം, അതിന്റെ സാനിറ്റി നിലനിൽക്കാൻ വേണ്ടിയാണ് പണ്ട് കാലത്ത് ജാതി മതമൊന്നും നോക്കിയല്ല. അപ്പോ പറയുവാണ്ടല്ലോ എന്താണ് ഈ പിന്നെ ക്രിസ്ത്യാനി തൊട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ ഓരോ കഥ. അങ്ങനെ ഒരു വിവേചനം ഉണ്ട്, അങ്ങനെ പറയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിന്റെ സംസ്കാരം നിലനിൽക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത്. അല്ലാണ്ട് അത് അവിടുത്തെ അതിനെ ഇതെല്ലാം ശബരിമല പോലെ നമുക്ക് കണ്ടതല്ലേ, ഈ രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതെ നല്ല വിവേചനമാണെന്ന് പറഞ്ഞ് എന്തെല്ലാം തോന്നിയ കാണിച്ചത്. ഇത് തന്നെയല്ലേ അവർക്ക് അവിടുത്തെ ആ പശ്ചാത്തലം എന്താണെന്ന് നിശ്ചയില്ല. അവരെല്ലാത്തിനും രാഷ്ട്രീയമായിട്ട് കാണുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഈ പ്രവണത അവസാനിപ്പിച്ചേ പറ്റൂ. ഇതിന്റെ ഓരോ വിഷയങ്ങളും അതിന്റെ ഒരു മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അതിന്റെ അന്തസ്സത്ത് എന്ന് മനസ്സിലാക്കി വേണ്ട പെരുമാറാൻ. അല്ലാണ്ട് ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും നമുക്കൊന്നും അതിനെ ഒരു ജാതീയമായിട്ട് തന്നെ കാണാനേ പറ്റുന്നില്ല. ഒരു കാര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി പഠിപ്പും വിവരമുള്ള ആൾക്കാർ ഓരോ മേഖലയിൽ നിന്ന് വരണം, പഠിച്ചു വരട്ടെ. എല്ലാവരും ആരോടും നമുക്ക് വിവേചനമൊന്നുമില്ല. പ്രത്യേകിച്ച് നമുക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു വിവരമുള്ള ബ്രാഹ്മണരാരും ഈ പറഞ്ഞ യോജനസഭ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഒരു സമൂഹത്തിനും എതിരല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയും. കാരണം എനിക്ക് എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഇത് ബുദ്ധിപരമായ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ പ്രവണത ഈ ക്ഷേത്രങ്ങളെ തകർക്കാനോ അവർക്കതൊന്നും അവരുടെ വിഷയം. അവരുടെ വിഷയം ഈ എല്ലായിടത്തും കടന്നുകൂടി ഈ രാഷ്ട്രീയമായി അതിനെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചില രാഷ്ട്രീയക്കാരുടെ നീക്കം തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. അതായത് കേരളത്തിലെ സമീപകാലങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു ഹൈന്ദവ ഏകീകരണം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അത് തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. ഹിന്ദുക്കളെ ജാതീയമായി ഇങ്ങനെ വേർതിരിച്ച് നിർത്തുന്നു. ആ നിർത്താൻ ഒരു വലിയ തിരക്കഥ ഒരുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കാം ഇത്. തീർച്ചയായിട്ടും ശ്രീനാരായണനെ കുറിച്ച് അവർ മുമ്പോട്ട് വെച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് അത് തന്നെയല്ലേ ചട്ടമ്പിസ്വാമി. നായകൾക്ക് സദ്യ നടത്തിയ ആളല്ലേ ചട്ടമ്പിസ്വാമി. ആത്മീയതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളല്ലേ ചട്ടമ്പിസ്വാമി. അതുപോലെ തന്നെ ഈ അയ്യങ്കാളിയൊക്കെ അതല്ലേ. അല്ലാണ്ട് ശങ്കരാചാര്യസ്വാമി എന്താ പറഞ്ഞ അദ്വൈതമാണ്, രണ്ടില്ല ഒന്നാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതിനെയൊക്കെ നമ്മുടെ സാധുക്കളായിട്ടുള്ള വിവിധ ജാതിയിലുള്ള ആൾക്കാർ ഇതിനെയൊക്കെ ജാതീയമായിട്ട് കാണിക്കാൻ വേണ്ടി അവരുടെ വിഷയമല്ല, മറ്റു ചില മറ്റു ചില ഭരണകർത്താക്കൾ കാണിക്കുന്ന കെണിയിൽ വീഴരുതെന്നാണ് എനിക്ക് ഹിന്ദു സമൂഹത്തെ ഓരോരുത്തരോടും പറയാനുള്ളത്. നമ്മൾ ഒന്നാണ് എന്നൊരു വിചാരത്തോടെ നീങ്ങുമോ. ഓരോരോ സംസ്കാരം എന്ന് പറയുന്നത് അത് ജാതിയല്ല, ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം. അത് രാഷ്ട്രീയമല്ല, കുറച്ചൊക്കെ സയന്റിഫിക് ആണ്. അത് നിലനിൽക്കണം, ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കണം. ഈ ആത്മീയ മേഖല കുഴപ്പത്തിലാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കെണിയിൽ ആരും വീഴരുതെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരി ഈ ഘട്ടത്തിൽ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. കൂടൽമാണിക്യം ജാതി വിവേചന വിവാദത്തിന് പിന്നിൽ നടന്നത് വൻ ഗൂഢാലോചനയെന്ന് വെളിപ്പെടുത്തുന്ന ബാലുവിന്റെ വാക്കുകളാണ് ജനം TV ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്.